നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മാമാ നമുക്ക് കഴിച്ചാലോ? കഴിക്കാം. ആരാ വിനയ? ഇന്ദ്രനാണല്ലോ. എന്താ ഈ രാത്രിയില്? എന്നെ ഒന്ന് കാണാൻ വന്നവനെ. നിന്റെ പഴയ നമ്പറിൽ ഞാൻ കുറെ വിളിച്ചു, അത് കിട്ടുന്നില്ലല്ലോ. ആ നമ്പർ ഇപ്പം ഇല്ലേ? ഇല്ലടാ, പലതും കൈവിട്ടു പോയ കൂട്ടത്തില് ആ നമ്പറും പോയി. ഇപ്പൊ ഞാൻ പുതിയൊരു നമ്പർ എടുത്തിട്ടുണ്ട്. വിനയ, ഇന്ദ്രനോട് കയറി ഇരിക്കാൻ പറ. വീട്ടിൽ വന്ന ഒരാളെ വെളി നിർത്തിയാണോ സംസാരിക്കുന്നത്? വാ ഇന്ദ്ര, അങ്ങോട്ട്. അല്ല വേണ്ട വേണ്ട വിനയ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാനകത്തുണ്ട്. എന്താടാ? ഈ രാത്രിയില് എന്നെ വന്ന് കാണണമെങ്കിൽ എന്തോ കാര്യമായ വിഷയമുണ്ടല്ലോ. അതെ വിനയ, എനിക്ക് നിന്റെ ഒരു സഹായം വേണം, അതും ഈ രാത്രിയിൽ തന്നെ. എന്താ ഇന്ദ്ര കാര്യം? നീ കാര്യം പറ. അന്ന് ഷോപ്പിൽ വെച്ച് കണ്ടപ്പോൾ നീ വിശേഷങ്ങൾ ചോദിച്ചിട്ടും ഞാനൊന്നും പറഞ്ഞില്ല. കുടുംബത്തിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനുള്ള വിഷമം കൊണ്ടത്. പക്ഷെ ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയാം. ഞാനും അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. കേസ് അനുപമയ്ക്കെതിരെ അല്ലേ? അതെ, അതിൽ നിന്ന് അവളെ രക്ഷിക്കണം. അതിനാണ് എനിക്ക് നിന്റെ സഹായം വേണ്ടേ. നിങ്ങൾ നമ്മൾ പരിചയക്കാരാ? വെറും പരിചയക്കാരോ? നമ്മൾ ബന്ധുക്കളാ. അത് ശരി. എങ്കിൽ പിന്നെ ഉണ്ണിയെ വിളിക്കണ വല്ല കാര്യമുണ്ടോ? വിനയം ചെയ്തു തരില്ലേ? ഇവനത് ഭയങ്കര എക്സ്പെർട്ടാ. അല്ല, ഉണ്ണി ചെയ്തു വെച്ച വർക്കല്ലേ, അവൻ തന്നെ ചെയ്തോളും. എന്തായാലും അവൻ വരുമെന്ന് നോക്കട്ടെ. വീടിന് പുറത്ത് 2 ക്യാമറകളും കിച്ചണിനകത്ത് ഒരു ക്യാമറയും രഹസ്യമായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ വിഷ്വൽസ് എടുത്താൽ ചിലപ്പോൾ അനു നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന സൂചനകൾ കിട്ടിയേക്കും വിനയ. അതൊക്കെ നമുക്ക് എടുക്കാതാ. പക്ഷേ ഈ രാത്രിയില് ഞാൻ നാളെ വന്നാ പോരെ? അത് പോരെ വിനയ. പുറത്തുള്ള 2 ക്യാമറയെങ്കിലും ഇന്ന് പരിശോധിക്കണം. അനുപമയെ നാളെ രാവിലെ 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പറഞ്ഞിരിക്കുക. വിനയൻ എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരി, നീ ഇരിക്കെ. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വിനയ, താങ്ക്സ്. വണ്ടി അകത്ത് കയറ്റിയാലേ ശബ്ദം കേട്ട് ആരെങ്കിലുമൊക്കെ ഉണരും. നമ്മൾ ക്യാമറ അഴിക്കുന്ന കാര്യം ആരും അറിയാതിരിക്കുന്ന നല്ലത്. അഥവാ ആരെങ്കിലും ഉണർന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ, നീ മാനേജ് ചെയ്യുമല്ലോ. ആ പിന്നെന്താ.
വിനയന് ഒരു പ്രശ്നം വരില്ല. അതുപോലെ അത് മതി. ദേ, അവിടെയും